Good afternoon, all. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. Yeah. കഴിഞ്ഞ ക്ലാസ് എടുത്ത് മനസ്സിലായോ എല്ലാവർക്കും? നമ്മൾ എവിടെ വരെ എടുത്തേ? എവിടെ വരെ എടുത്തേ നമ്മള്? പറയൂ. പ്രസന്റ് സിമ്പിൾ പ്രസന്റ് കംപ്ലീറ്റ് ആയോ? ആരെ കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? I was absent yesterday. Okay. Where are you? Hello? Vinsha. Vinsha ക്ലാസ്സിലുണ്ടോ? Yes. കംപ്ലീറ്റ് ആയോ നമ്മുടെ സിമ്പിൾ പ്രസന്റ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് റൂൾ നമ്പർ 4 വരെ എഴുതി. നെഗറ്റീവ് സെന്റൻസ് പ്രസന്റ് സിമ്പിൾ ടെൻസ് അതുവരെ എഴുതിയിട്ടുണ്ട്. അതുവരെ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്കടുത്ത് പ്രസന്റ് കണ്ടിന്യൂസ് നോക്കാം. അപ്പൊ സിമ്പിൾ പ്രസന്റ് നമുക്ക് മനസ്സിലായില്ലേ? ഡൗട്ട് ഉണ്ടേ? മനസ്സിലായി. നെക്സ്റ്റ് വൺ പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ ഓക്കെ, എഴുതിക്കോളൂ. Take your notebook and write down the heading present continuous tense. Ma'am, 1 minute. Of course. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലേണിംഗ്. ലേണിംഗ്. ആര്? ഞാനോ? I am learning. Yeah, I am learning. എനിക്ക് എന്താ പറയാ? You are learning അല്ലെ? You are learning English grammar. Okay. ഞാൻ എന്താ ചെയ്യുന്നേ? I am teaching you അല്ലെ? നിങ്ങളെ പഠിപ്പിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് കണ്ടിന്യൂസ്, പ്രസന്റ് കണ്ടിന്യൂസിൽ വരാം അല്ലെ? അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. എഴുതിക്കോളൂ. റൂൾ നമ്പർ 1. അറ്റൻഡിങ്. അറ്റൻഡിങ് എന്ന് പറയുന്നത് തന്നെ എന്താണ്? കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ? ഓക്കെ, അപ്പോ റൈറ്റ് ഡൗൺ റൂൾ നമ്പർ 1. എഴുതാം. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് used to talk about. Present continuous tense used to talk about actions. Present continuous tense used to talk about actions that are happening at the present moment. Talk about actions that are happening at the present moment. Happening at the present moment or around the time of speaking. Around the time of speaking. Around the time of speaking. എന്താണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അല്ലെ? ഹാപ്പനിങ് റൈറ്റ് നൗ അല്ലെ? നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യവും എന്താണ്? അത് മാത്രമല്ല അറൌണ്ട് ടൈം ഓഫ് സ്പീക്കിംഗ് അല്ലെ? നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമിൽ അല്ലെ? നടക്കുന്ന കാര്യങ്ങൾക്കാണ് നമ്മളിത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുക. അത് റൂൾ നമ്പർ 1 ആണ്. ഓക്കെ, അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എഴുതിക്കോളൂ. എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്തോ? റിപ്പീറ്റ് ചെയ്യാമോ? Action happening at the action happening at the present moment. Actions that are happening at the present moment. Or around the time of speaking. Around the time of speaking.
around the time of speaking. Okay, example we go to, you are learning English grammar. You are learning English grammar. You are learning English grammar. വേറെന്താ? വേറെ എക്സാമ്പിൾ പറയൂ. പറയൂ എക്സാമ്പിൾ. I am writing I'm writing what? English notes. Yeah, very good. I'm writing English notes. Any other example? I am watching TV. ഇപ്പൊ വാച്ചിങ് ടിവി കണ്ടിരിക്കണോ ഇപ്പൊ? ഇല്ല. Okay, very good. I'm watching TV. Okay, I'm sleeping my baby. I'm sleeping with my baby. Okay. I'm sleeping with my baby. I'm watching TV. I'm sitting on the veranda. Okay, I'm sitting on the veranda. Sit out. Veranda, sit out. You are sitting on a chair. You are sitting on a chair means as he speaks right now, you are sitting on a chair or sitting on veranda. Sitting on veranda. Not yesterday, not always, but right now. നിങ്ങൾ അത് ഇന്നലെയോ എപ്പോഴും അല്ല, ഇപ്പോ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതാണ് അല്ലെ. സോ അങ്ങനെ പറയാനായിട്ട് നമ്മൾ എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാം. അതിന്റെ സ്ട്രക്ചർ എന്താ വരാ? സബ്ജക്ട് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing. സബ്ജക്ട് നമ്മൾ പറയുമ്പോൾ ഐ യു വി ദേ അത് സബ്ജക്റ്റ് ആണ് വരണമെങ്കിൽ അവിടെ ബി ഫോം. ബി എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആം ആർ ആണ് ബി എന്ന് പറയാം. ആവുക എന്നാണ് ബിയുടെ മീനിങ്. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്? ഈസ് ആം ആർ. അപ്പൊ സബ്ജക്ട് ഐ യു വി ദേ ആണെങ്കിൽ അവിടെ എന്താ വരാ? ഐയുടെ കൂടെ എന്താ വരാ? ആം വരും. ദേ ആർ ഗോയിങ് ടു മൂവ്. കറക്റ്റ്. അപ്പൊ ഐയുടെ കൂടെ ആണെങ്കിൽ ആം വരും അല്ലെ. വിയുടെ കൂടെ ആണെങ്കിൽ ആറ് വരും. ദേയുടെ കൂടെ ആണെങ്കിൽ ആറ് വരും. ഹിയുടെ കൂടെ ആണെങ്കിലോ ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ് അല്ല. അതാണ് ബി ഫോം. അപ്പോ സ്ട്രക്ചർ എങ്ങനെയാ വരാ? സബ്ജക്ട് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ing ഫോം. അങ്ങനെയാ വരാ അല്ല. യു ആർ ലേണിംഗ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ യു എന്ന് പറയുന്നത് സബ്ജക്ട് ആണ്, ആർ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിലറി ആണ്. ലേണിംഗ് എന്ന് പറയുന്നത് വെർബ് ആണ് അല്ലെ. അപ്പൊ ലേണിന്റെ കൂടെയാണ് ing ഫോം ചേർത്തിരിക്കുന്നത്. വെർബിന്റെ കൂടെ ing ഫോം. അപ്പൊ ലേണിംഗ് ആണ് വരാം. അപ്പോ മനസ്സിലായോ? റൂൾ നമ്പർ 1 ഒന്നുകൂടെ പറയൂ. എന്താ ഒന്നുകൂടെ പറയണ്ടേ? സ്ട്രക്ചർ ആണോ? സ്ട്രക്ചർ നോക്കൂ. ഞാൻ ഈ നോട്ടില് സ്ക്രീനിൽ നോക്കൂ. സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ. പ്രസന്റ് കണ്ടിന്യൂസ് നോക്കൂ. ആം കണ്ട? ഐ പ്ലസ് ആം പ്ലസ് ing. വെർബിന്റെ കൂടെ ing ചേർക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇവിടെ നോക്കൂ. ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയേ. ദ ബേബി ഈസ് ക്രൈയിങ് അല്ലെ. ദ ബേബി ഈസ് ക്രൈയിങ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Then I am preparing for an exam. ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. We are flying to Dubai tomorrow. അപ്പൊ എന്താണ്? നമ്മളിപ്പോ റൂൾ നമ്പർ 1 പഠിച്ചു. എന്താണ്? റൈറ്റ് നൗ അല്ലെ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞത് അല്ലെ. ഇപ്പോ ഷീസ് പ്ലാനിങ് എ വെക്കേഷൻ എന്ന് പറയണം. ഷീസ് പ്ലാനിങ് എ വെക്കേഷൻ. അതെന്താണ്? ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഓരോ മിനിറ്റും അവൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെയാണോ? അല്ല അല്ലെ. അത് ഒരു പ്രോസസ് ആണ് അല്ലെ. This doesn't mean that every single minute she's thinking about the vacation അല്ലെ. അങ്ങനെ അവള് ഓരോ മിനിറ്റും ഈ വെക്കേഷനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നല്ല അവിടെ പറയുന്നത്. But that she is the middle of the process of planning. അതൊരു പ്ലാനിങ്ങിന്റെ പ്രോസസ് ആണ്. അല്ലാതെ എപ്പോഴും അതിനെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ് ഇവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റും.
ക്ലിയർ ആയോ എല്ലാവർക്കും? റൂൾ നമ്പർ 1 ക്ലിയർ ആണോ? I am speaking my teacher. I am speaking my teacher. എന്താ ഉദ്ദേശിക്കുക? My husband is eating meal. My husband is eating meal. Yeah. I am speaking my teacher. അവിടെ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ട്. ആ മിസ്സിംഗ് എന്താണെന്ന് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എഴുതിയേ. ഓക്കെ, കറക്റ്റ് ആയിട്ട് എഴുതുക. Then എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ ഇല്ലയോ? Yes or no? Give me an answer. I'm reading a book. No. സജീനക്ക് മാത്രം യാതൊരുവിധ ഡൗട്ടും ഇല്ല എന്നാ പറയും. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? 43 സ്റ്റുഡൻസ് ഉണ്ട്, 43 സ്റ്റുഡൻസ് ഉണ്ട്. ഒരാളും ഉണ്ടില്ല, ഒരാളെ റെസ്പോണ്ടും ഇല്ല. എനിക്ക് റെസ്പോൺസ് വേണം. ഓക്കെ, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദിക്കുന്നത്. ക്ലിയർ അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോകാം. ഇത് പറയുന്നു ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ മാം ഇതില് ING ഫോം അല്ലേ ഉപയോഗിക്കുന്നത്? അന്നേരം എല്ലാത്തിലും അങ്ങനെ തന്നെ അല്ലേ വരുള്ളൂ? പ്രസന്റ് കണ്ടിന്യൂസ്ലി അല്ലാണ്. കണ്ടിന്യൂസ് എന്ന് കണ്ടാൽ ING ഫോം എന്തായാലും യൂസ് ചെയ്യാം. ഓക്കെ, അത്രയേ ഉള്ളൂ. സിമ്പിൾ. റൂൾ നമ്പർ 2 എഴുതും. റൂൾ നമ്പർ 2. Rule number 2. Present continuous tense is used to talk about temporary situation. Rule number 2. It is used to talk about temporary situation. Detail. Okay. Temporary situation used to temporary situation. Simple words. Okay. Present tense is used to talk about temporary situation. Temporary situation കുറിച്ച് പറയാനാണ് നമ്മൾ present continuous tense യൂസ് ചെയ്യാറുണ്ട്. So here are 2 examples right below. Write down. And my mom lives in Delhi. My mom lives in Delhi. My mom lives 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 in Delhi. Next, my mom is living in Delhi. My mom is living in Delhi. What is the difference between these 2 sentences? Can anyone say that? Difference? No? Okay. It all depends on how we see the situation. നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെ കാണുന്നു എന്നനുസരിച്ചാണ് അത് മാറിക്കൊണ്ടിരിക്കുക. എന്താണെന്ന് വെച്ചാല് ഇപ്പോ if I think Delhi is my mom's permanent place of residence, so I'm gonna say my mom lives in Delhi. അത് പെർമനന്റ് പ്ലേസ് ആണ്. അതായത് അമ്മ പെർമനന്റ് ആയിട്ട് എവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൈ മോം ലിവ്സ് ഇൻ ഡൽഹി എന്ന് പറയാം. സപ്പോസ് ഇത് ടെമ്പററി ആണെങ്കിലോ, ഷീസ് ടെമ്പററി ആയിട്ടാണ് ആള് അവിടെ താമസിക്കുന്നെങ്കിൽ നമുക്ക് എന്താ അവിടെ പറയാ? മൈ മോം ഈസ് ലിവിങ് ഇൻ ഡൽഹി. ലിവിങ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആണ്. സോ നമുക്കത് ടെമ്പററി ആയിട്ട് നമുക്കത് പറയാം എന്നാണ് ഈ 2 സെന്റൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ മൈ മോം ഈസ് ലിവിങ് ഇൻ ഡൽഹി എന്ന് പറയുന്നത് ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. സോ വി ക്യാൻ യൂസ് ദ ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ്. ഓക്കെ, ക്ലിയർ? യു ഹാവ് എനി ഡൗട്ട്? നോ. റൈറ്റ് ഡൗൺ ദ അതർ example. Rahul is studying medicine. മെഡിസിൻ എന്ന് വെച്ചാൽ ഒരു കോഴ്സ് ആണ്. അത് ടെമ്പററി കോഴ്സ് ആണ്. ലൈഫ് ലോങ് ഒരു കോഴ്സിൽ നമ്മൾ ജോയിൻ ചെയ്യാറില്ല അല്ലെ. അത് ടെമ്പററി ആണ്. സോ അത് നമുക്ക് എങ്ങനെയാ പറയാ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്തിട്ട് പറയാം.
കാരണം എന്താണ് അതൊരു നമുക്കൊരു ടൈം പീരീഡ് ഉണ്ട് സ്റ്റഡി എന്ത് കോഴ്സ് പഠിക്കുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട് അല്ലെ. ഓക്കെ, then write down the other example. എന്താ I'm preparing dinner. I'm preparing dinner എന്ന് പറയുന്നത് I will get it over, but right now I'm in the middle of it. അല്ലെ, നമ്മള് ഒരു കുറച്ച് സമയം മാത്രമേ ഇത് പ്രിപ്പയർ ചെയ്യാൻ എടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ നമുക്കത് മാറാം. അപ്പൊ എന്താ ആ പ്രിപ്പയർ ചെയ്യുന്ന സമയമാണ് അവിടെ സൂചിപ്പിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ആ നിലവിൽ അപ്പൊ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെ പറയാൻ നമ്മൾ എന്താ കണ്ടിന്യൂസ് യൂസ് ചെയ്യും. പ്രസന്റ് കണ്ടിന്യൂസ്. ടെമ്പററി ആണ്, ഇതെല്ലാം ടെമ്പററി ആണ്. സോ ഇപ്പൊ ഞാൻ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടെമ്പററി ആണ്. 3:30 ആകുമ്പോൾ നമ്മുടെ ക്ലാസ് കഴിയും. എന്നാലും നമ്മൾ എന്താ പറയാ ഐ എം ലേണിംഗ് എന്നാ പറയാം. മനസ്സിലായോ? അപ്പോ ക്ലിയർ ആയോ? റൂൾ നമ്പർ 2 ക്ലിയർ ആണോ? മനസ്സിലായില്ല? ഞാൻ പറഞ്ഞല്ലോ എനിക്ക് റെസ്പോൺസ് ചെയ്യണം. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ മനസ്സിലായിന്ന്? ക്ലിയർ പറയൂ. ഇത് ഞാൻ ചോദിക്കില്ല കേട്ടോ, മനസ്സിലായാൽ പോലും ചോദിക്കില്ല. ഞാൻ വെറുതെ ക്ലാസ് എടുത്തിട്ട് പോകും. ലാസ്റ്റ് നിങ്ങൾ പറയരുത് എനിക്ക് ഒന്നും മനസ്സിലായില്ല മാം എന്ന് പറയരുത്. ഓക്കെ, യാ ക്ലിയർ. നെക്സ്റ്റ് റോൾ സൂപ്പർ ക്ലാസ്. താങ്ക് യു. Okay, next rule number 3. Rule number 3 is this tense is also used to talk about. This tense is also to talk about arrangements in the future. Arrangements in the future that are scheduled. In the future that is scheduled. അതായത് schedule ചെയ്യപ്പെട്ട കാര്യങ്ങൾ പറയാൻ നമ്മൾ present continuous use ചെയ്യാറുണ്ട്. ഒന്നുകൂടെ പറയോ? This tense is also used to talk about. This tense is also used to talk about arrangements in the future that are scheduled. Arrangements in the future that are scheduled. That are scheduled. മനസ്സിലായില്ല മാം, ലാസ്റ്റ് പറയുന്നത്. This tense is also used to talk about. This tense is also used to talk about arrangements in the future that are scheduled. 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 Scheduled means എന്താ? നമ്മൾ നേരത്തെ തീരുമാനിച്ച കാര്യങ്ങൾ, സ്കെഡ്യൂൾ ചെയ്ത കാര്യങ്ങൾ അല്ലെ. അങ്ങനെ ഇപ്പോ നിങ്ങൾ എവിടെയെങ്കിലും നാളെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെ, തീരുമാനിച്ചിട്ടുണ്ട്. അതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലാൻഡ്. ഓക്കെ, എന്ത് വേണമെങ്കിലും പറയാം. ഇപ്പൊ എന്താണ് she is going to the dentist at 2:30 p.m. Example ഇതുള്ളൂ. She is going to the dentist at 2:30 p.m. എന്താണ് 2:30 അവള് ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോകും. അല്ലേ, ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് എന്താണ് അവിടെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? She is going to the dentist at 2:30 p.m. നമുക്ക് ഇങ്ങനെയും യൂസ് ചെയ്യാം. എന്തിനെ? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ. She is going to the dentist at 2:30 p.m. Next ഏതാ? I am flying to Dubai next week. I am flying to Dubai next week. I am flying to Dubai next week. ഒരു എക്സാമ്പിൾ നിങ്ങൾ പറയൂ. Example. I am preparing the next exam. I am preparing the next exam. Yeah. Then
എക്സാമ്പിൾ പറയൂ. ക്ലാസ്സിന്റെ ഒരു ആക്റ്റീവ് അല്ലാതെ നിങ്ങൾ നിങ്ങൾക്ക് എന്താ ബോറടിക്കുന്നുണ്ടോ ക്ലാസ്സിൽ? ഐ ആം പ്ലാനിങ് ടു ജോയിൻ ടു PG ഡിപ്ലോമ കോഴ്സ്. യാ ഗുഡ്. കോഴ്സ് എന്താണ്? മേ ബി നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലെ? യാ ഗുഡ്. ആണോ? സോറി ഉദ്ദേശം എന്താണ്? ഞാൻ ഇവിടുത്തെ കാര്യമുണ്ട് പറഞ്ഞു. സോറി കേട്ടോ. ഓക്കെ പറയൂ. അടുത്ത എക്സാമ്പിൾ പറയൂ. I'm going to my daughter's school tomorrow. Yeah, correct. Then നിങ്ങൾ ഇതൊക്കെ സംസാരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് is going to Chennai next month. Yeah. കേട്ടോ, ഇതൊക്കെ നിങ്ങൾ സംസാരിക്കണം. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സിൽ ഇംഗ്ലീഷ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ്. സോ യു മസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് മീ. അല്ലെങ്കിൽ എന്തെങ്കിലും ആൻസർ എങ്കിലും പറയാൻ ശ്രമിക്കുക. ഐ എം ഗോയിങ് ടു മൈ ഹൗസ് നെക്സ്റ്റ് വീക്ക്. യാ, കമന്റ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലത് ഐ എം ജോക്കിംഗ് PSC കോഴ്സ്. ജോഗിങ്ങോ? ജോയിനിങ്. ഓക്കെ, അപ്പൊ കമന്റ് ചെയ്യുന്നെങ്കിൽ ഏറ്റവും നല്ലത് ടോക്ക് ചെയ്യാൻ ധൈര്യമില്ല. കൊള്ളാം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ സംസാരിച്ചോളൂ, ഞാൻ കേൾക്കാം. ആ ധൈര്യം വന്നെങ്കിൽ സംസാരിക്കണ്ടേ? എല്ലാ ക്ലാസ്സിലും ഞാനിത് മുഴുവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ അതിനേക്കാളും കഷ്ടമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആണെങ്കിൽ ഈ ക്ലാസ്സിലൊന്നും വേണ്ടില്ല. എന്താണ് ഇങ്ങനെ? ഞാൻ ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ട് പോലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുമ്പോൾ എന്തൊരു കഷ്ടമാണ്. പറയൂ. ഞാനീ പറയൂ എന്ന് പറയണേ, കമന്റ് ചെയ്യാനല്ല പറയുന്നേ. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ ഞാൻ കമന്റ് ചെയ്യാൻ പറയുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ. പറഞ്ഞാലേ എന്താ കോൺഫിഡൻസ് വരുള്ളൂ. ഓക്കെ, ആർക്കെങ്കിലും പറയണമെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഞാനപ്പോ ആളുടെ പേര് വിളിക്കാം, ആള് പറഞ്ഞാൽ മതി. ഓക്കെ, അങ്ങനെ മതിയോ? ഇത് ഞാൻ തന്നെ പേര് വിളിച്ച ആരും മിണ്ടൂല. ബിൻഷ. എനിക്ക് പെട്ടെന്ന് ഇവിടെ നോക്കുമ്പോ കാണുന്ന ബിൻഷ, നവ്യ, സിന്ധു, അങ്ങനെ കുറച്ചു പേര് മാത്രമാണ്. എല്ലാവരും ഇങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റില്ല. ഓക്കെ, അതാണ് പെട്ടെന്ന് അങ്ങനെ പേര് വിളിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ ബിൻഷ പറയൂ, എക്സാമ്പിൾ പറയൂ ബിൻഷ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ വെറുതെ ക്ലാസ് എടുത്ത് പോകുകയുള്ളൂ. ഞാൻ നിങ്ങളോട് ചോദിക്കില്ല മനസ്സിലായോ എന്നൊന്നും ഞാൻ ചോദിക്കില്ല കേട്ടോ. ഓക്കെ ഓക്കെ, എഴുതിക്കോളൂ. റൂൾ നമ്പർ 4. മാം പറയാം. We are going to Bangalore next week. Yeah, okay, correct. വേറെ ആർക്കെങ്കിലും ധൈര്യം ഉണ്ടോ പറയാൻ? കോൺഫിഡൻസ് ഉള്ളവർ മാത്രം സംസാരിക്കും. ആർക്കെങ്കിലും വേറെ ആരെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഇനി മിണ്ടില്ല. ഇനി ആരും മിണ്ടില്ല. ടീച്ചർ, നമ്മള് ഒരുപാട് നാളത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്താലും ഈ ING ഉപയോഗിച്ച് പറയാവോ? ഇപ്പൊ ഞാൻ ജനുവരിയിൽ പോവും എന്ന് പറഞ്ഞാലും ഇനിയും ഇല്ലേ 6 മാസത്തോളം. അപ്പൊ ആ ഡ്യൂറേഷനിലായാലും ING ഉപയോഗിക്കോ? ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ING ഫോം ഉപയോഗിക്കാം. പ്രസന്റ് കണ്ടിന്യൂസിൽ. ഓക്കെ, അത് യൂസ് ചെയ്യാം. ഓക്കെ, എഴുതിക്കോളൂ. അടുത്ത ഇനി റൂൾ നമ്പർ 4 അല്ലേ? റൂൾ നമ്പർ 4. നെഗറ്റീവ് നോക്കാം. നെഗറ്റീവ് എങ്ങനെയാ വരാ? നെഗറ്റീവ് എങ്ങനെ റിപ്ലൈ ചെയ്താ? അങ്ങനെ നെഗറ്റീവ് എങ്ങനെയാ വരാ? പ്രസന്റ് ആണ്. പ്രസന്റ്. നെഗറ്റീവ് ഉദ്ദേശിക്കണെന്ന് പറഞ്ഞ നോട്ട് വരും അല്ലെ? നെഗറ്റീവ്സ് അല്ല, നോട്ട് വരും. അതാണ് നെഗറ്റീവ് ഫോം. റൂൾ നമ്പർ 4 നെഗറ്റീവ് സെന്റൻസ് ഹെഡിങ് എഴുതാം. ഡസിന്റ് വരില്ല.
ഡസിന്റെ അല്ല ഞാൻ ഇവിടെ പറഞ്ഞത്, പ്രസന്റിലാവുന്നത്. പ്രസന്റ് കണ്ടിന്യൂസില് ഡസിന്റെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറ്. ഓക്കെ, എഴുതിക്കോളൂ, എക്സാമ്പിൾ എഴുതിക്കോളൂ. വി ആർ നോട്ട് ടോക്കിംഗ് ടു ഹിം. We are not talking to him. We are not talking to him. ഞങ്ങള് അവനോട് സംസാരിക്കാറില്ല. അല്ലെ? We are not talking to him. Then she is not reading a book. Reading that. From tomorrow I am not attending the class. Why? എന്തുകൊണ്ട്? എന്ത് പറ്റി? From tomorrow. എന്തേ from tomorrow എന്ന് പറഞ്ഞ എവിടെ? നാളെ മുതലാണോ? മാം സെക്കൻഡ് പോയിന്റ് ഒന്ന് പറഞ്ഞില്ല, അതൊന്ന് പറയാവോ? കേട്ടില്ല. She is not reading that book. അഞ്ചു നാളെ തൊട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? എക്സാമ്പിൾ പറഞ്ഞതാ. എന്തോ എക്സാമ്പിൾ പറഞ്ഞതാ. ഓ, എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോ നെഗറ്റീവ് ക്ലിയർ ആണ്. നെഗറ്റീവ് ക്ലിയർ ആണെങ്കിൽ എക്സാമ്പിൾസ് പറയൂ. മിസ് അതിൽ ഷീ വി മാത്രമേ യൂസ് ചെയ്യൂ. ഐ ആം യൂസ് ചെയ്യാമോ? ചെയ്യാലോ. ഐ ആം നോട്ട് കുക്കിംഗ് വെരി വെൽ. ഐ എം നോട്ട് കുക്കിംഗ് വെരി വെൽ. അപ്പൊ നന്നായിട്ട് കുക്ക് ചെയ്യാറില്ല എന്നാണ് പറയുന്നത്. ആ, അതാണ് പറഞ്ഞത്. കുക്ക് ചെയ്യുന്നുണ്ട്, പറഞ്ഞത് അതാണ്. ഓക്കെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് എക്സാമ്പിൾ പറയോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഈ വെൽ എന്ന മീനിങ് വരുന്നത്? എന്തോ? ഈ വെരി വെൽ എന്ന് പറയുന്നത് ഇപ്പോ അന്നേരം അത് ഗുഡ് എന്ന അർത്ഥം വരുന്നത്? സൗണ്ട് ബ്രേക്കേ പോകുന്നില്ല നവ്യ. വെരി വെൽ വെരി വെല്ലിന്റെ മീനിങ് ആ പറഞ്ഞത്. വെല്ല് പറഞ്ഞാൽ എന്താ? ഞങ്ങളിപ്പോ ഒരു ഫ്ലോയില് പറഞ്ഞു പോയി വെരി വെൽ പറഞ്ഞിട്ട്. ബട്ട് അത് എന്താ പറഞ്ഞിട്ട് കറക്റ്റ് ആൻസർ അറിയില്ലല്ലോ, അതാണ് ഒരു ചോദിച്ചത്. വെരി വെൽ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ വെല്ലെന്ന് പറയണം കുറച്ചുകൂടി ബെറ്റർ. അത്രേ ഉള്ളൂ. ഓക്കെ, നമുക്ക് കാഷ്വൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ വെരി വെൽ യൂസ് ചെയ്തുകൊണ്ട് തെറ്റാണെന്ന് പറയുന്നില്ല. ഓക്കെ, ഐ എം നോട്ട് കുക്കിംഗ് വെരി വെൽ എന്ന് പറയുന്നത് നന്നായിട്ട് കുക്ക് ചെയ്യില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഓക്കെ, കറക്റ്റ് ആണ്. വേറെ എക്സാമ്പിൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഇനി? ഷീ ഈസ് നോട്ട് എ ഗുഡ് സിംഗർ. യാ, കറക്റ്റ് ആണ്. I cannot do that work. ഗുഡ് സിംഗർ എന്ന് പറയുമ്പോൾ പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്നില്ല. ഓക്കെ, ഞാൻ ചോദിച്ചു പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അവിടെ ING ഫോം വേണം. ഓക്കെ, ആര് പറഞ്ഞേ? ആര് ഡൗട്ട് ചോദിച്ചേ? I cannot do that work. ഞാൻ പറഞ്ഞല്ലോ, ING ഫോം വേണം. നമ്മൾ പറയുന്നത് കണ്ടിന്യൂസ് അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. മനസ്സിലായോ? I am not too interested going to the wedding. I am not interested to going to the wedding. Yeah. Miss, I cannot doing that work. അപ്പൊ കറക്റ്റ് ആവൂലേ? I'm doing that. Yeah. Can't. She's not a driving on. എന്താ സെന്റൻസ് മിസ്റ്റേക്ക് ഉണ്ടോ? I am not writing every day. Yeah. I am not running that moment. I'm not running That moment. I'm not running that moment. അങ്ങനെ പറയോ? Okay. Then I'm not going there. She's not driving the car. She's not നമ്മൾ ഡ്രൈവ് ചെയ്യില്ല. Okay. She can't വഴി പറയാം, ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, അപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പൊ പറഞ്ഞ സെന്റൻസിൽ കാണ്ട് ഉപയോഗിക്കുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെ കാണ്ട് വന്നാലും നെഗറ്റീവ് ഇങ്ങനെ ഇങ്ങനെ ING ഫോമിൽ ഉപയോഗിക്കാവോ? പറയാറുണ്ടല്ലോ നമ്മള്, അല്ലെ? ഷി കാൻ ഗോയിങ് ഹിയർ. നമുക്ക് പോവാൻ പറ്റില്ല, സാധിക്കില്ല എന്നാണ് ക്യാൻ വരാം. കഴിയില്ല എന്ന മീനിങ് മാത്രമേ വരുന്നുള്ളൂ, അല്ലെ? മാം ഒരു സംശയം ചോദിച്ചോട്ടെ? ഐ കാനോട്ട് റീഡിങ് ഹിന്ദി ബുക്സ്. എനിക്ക് വായിക്കാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിച്ചത്. യെസ് മാം. കഴിയില്ല എന്ന് പറയുമ്പോ ക്യാൻഡ് പറയാം. എനിക്ക് അറിയില്ല എന്നാണെങ്കിൽ ഈസ് വെച്ച് പറയാം. ഓക്കെ, എന്നുണ്ടെങ്കിൽ പറയാം. അപ്പൊ ക്ലിയർ, ഈസ് നോട്ട് കമ്മിങ് ഹോം ടുമാറോ. ഷീസ് നോട്ട് കമ്മിങ് ഹോം ടുമാറോ. ഓക്കെ, ക്ലിയർ ആയില്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് ക്ലിയർ ആയില്ലേ എല്ലാവർക്കും? അടുത്ത നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് പഠിക്കാം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ഓക്കെ, എഴുതിക്കോളൂ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഹെഡിങ് എഴുതാം. പ്രസന്റ് പെർഫെക്റ്റ്. മാം റൂൾ നമ്പർ 5 ആ? ഇല്ല, വേറെ ടെൻസ്. ഇപ്പൊ നമ്മൾ പ്രസന്റിൽ തന്നെ ഇപ്പോ സിമ്പിൾ പ്രസന്റ് പഠിച്ചു, പ്രസന്റ് കണ്ടിന്യൂസ് കഴിഞ്ഞു. ഇനി അടുത്തത് പ്രസന്റ് പെർഫെക്റ്റ്. സ്ക്രീനിൽ നോക്കൂ, പ്രസന്റ് പെർഫെക്റ്റ്. ഓക്കെ, പ്രസന്റ് പെർഫെക്റ്റില് റൂൾ നമ്പർ 1 എഴുതാം. റൂൾ നമ്പർ 1, used to describe this tense is used to describe actions. Used to describe actions or events. This tense used to describe actions or events. Used to describe actions or events that started in the past. That started in the past. That started in the past and have consequence in the present. And have consequence. 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 Consequence in the present. In the present. എന്താണ് ഞാനിപ്പോ പറഞ്ഞ ഡെഫിനേഷന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ. എഴുതി കഴിഞ്ഞോ? ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? യെസ് മാം. അപ്പൊ എന്താ പറഞ്ഞേ? ഇത് പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ, പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷനെ ഡിസ്ക്രൈബ് ചെയ്യും, അല്ലെ? ഒരു കഴിഞ്ഞുപോയ കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യും. അത് മാത്രല്ല, അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അയാള് പ്രസന്റിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ എഴുതിക്കോളൂ. ഷി ഹാസ് ലോസ്റ്റ് ഹർ കീസ്. She has lost her key. താക്കോല് എന്താ അവളുടെ നഷ്ടപ്പെട്ടു. She has lost her keys. കീ നഷ്ടപ്പെട്ടു. അതെന്ത് ടെൻസ് ആണ്? പാസ്റ്റ് ആണ്. പാസ്റ്റിൽ നടന്ന ഒരു കാര്യമാണ്, അല്ലെ? നഷ്ടപ്പെട്ടു പോയി. അതിനെ കുറിച്ച് ഓർത്ത് പ്രസന്റിൽ അവർക്ക് എന്താണ്? ഒരു വിഷമം ഉണ്ടാവും. ശരിയാണോ? നിങ്ങളുടെ എന്തെങ്കിലും സാധനം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഓർത്ത് എന്നും ഒരു വിഷമം ഉണ്ടാവില്ലേ? ഉണ്ടാവും.
അപ്പൊ അതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാൻ യൂസ് ചെയ്യാം. ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ യൂസ് ചെയ്യാൻ പറ്റും, പറയാൻ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്താ വരാ? സബ്ജക്ട് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് V3 ഫോം. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഫോം, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ V3 ഫോം എന്ന് പറയുമ്പോൾ എന്താ? മൂന്നാമത്തെ ഫോം അല്ലെ? വർക്ക് ആണെങ്കിൽ അതിന് V3 ഫോം ഏതാ? വർക്ക്, നടക്കുക. അതിന് V3 ഫോം ഏതാ? വാക്ട്. യാ, വാക്ട്. അപ്പൊ ഗോ ആണെങ്കിലോ? ഗോ. ഗോൺ അല്ല ഗോണം വെന്റും പറയാം, കൺഫ്യൂഷൻ അറിയില്ലേ? ഗോൺ വെന്റ്. പിന്നെ ആം ആണെങ്കിലോ? ആം, am, am. ആം ആണെങ്കിൽ ബീൻ പറയും, ബീൻ. ആം ആണെങ്കിൽ ബീൻ ആണ് പറയാം. ബീൻ എന്ന് വെച്ചാൽ BEEN. മനസ്സിലായോ? ഇല്ല ആയില്ല. ആം എന്ന് പറയുമ്പോൾ അതല്ല മാം, സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞത് സബ്ജക്ട് പ്ലസ് അത് ആ V4 മനസ്സിലായില്ല. ഓക്കെ, ഞാൻ മ്യൂട്ട് ചെയ്യൂ. V1, V2, V3 ഫോം ഒക്കെ അറിയാവോ? എല്ലാത്തിനും പറഞ്ഞൂടാ, കുറച്ചൊക്കെ എവിടെയൊക്കെ കുറച്ചറിയുള്ളൂ അല്ലെ? നമുക്ക് ശരിക്കും V1, V2, V3, V4, V5 ഒക്കെ ഉണ്ട്. പക്ഷെ V4ഉം V5ഉം നമ്മൾ പറയണത് വേറെ ഇതിലാണെന്നേ ഉള്ളൂ. ഇപ്പോ ഗോ പറഞ്ഞപ്പോ വെന്റ് V2 ആണ്. അപ്പൊ ഗോ V2 പറയുമ്പോ വെന്റ് ആണ്. V3 വരുമ്പോൾ എന്താ? ഗോൺ ആണ്. V4 നമ്മള് പറയാറില്ല, പക്ഷെ നമുക്കറിയാം ആ വേർഡ് എന്താണെന്ന്. ഗോസ് ആണ്. ES ആഡ് ചെയ്തിട്ട് ഗോസ്. V5 ഉണ്ട്. V5 എന്ന് പറയുന്നത് നമ്മള് കണ്ടിന്യൂസ് എന്നാ പറയാറ്, കണ്ടിന്യൂസ് ടെൻസ് എന്നാ പറയാറ്. അപ്പൊ V5 എന്താണ്? ഗോയിങ് ആണ്. ഓക്കെ, അപ്പൊ V1, V2, V3 ഞാൻ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് നോട്ട് തരാം. ഓക്കെ, അപ്പൊ ആ ഡൗട്ട് ക്ലിയർ ആവുമല്ലോ? മാം നമ്മൾ ഒരു ഓരോ ഡൗട്ട് വാക്കിന്റെയും ചോദിച്ചോട്ടെ? എന്തോ? മാം ഹലോ, പറയൂ. ഈ V1, V2, V3 പറഞ്ഞില്ലേ, ആ അത് ടെൻസിൽ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നതാണോ? ടെൻസ് നമുക്ക് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഒക്കെ പറയുമ്പോ യൂസ് ചെയ്യണ്ടേ? അതിനാണ് V1, V2, V3. V1 മീൻസ് അതിന്റെ പ്രസന്റ് ഫോം, അതായത് ബേസ് ഫോം ആണ്. ആ ബേസ് ഫോം ആണ് നമ്മളിപ്പോ പ്രസന്റില് പറയാനായിട്ട് ഉപയോഗിക്കുന്നത്. ബേസ് ഫോം ആണ്. അത് നമ്മൾ പാസ്റ്റിൽ പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ? അതിന്റെ വേറെ കഴിഞ്ഞു പോയ ആ V3 എടുക്കേണ്ടി വരും അല്ലെ? ഇപ്പോ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പറയണം, ആ ഒരു ഫോം എടുക്കേണ്ടി വരും. അപ്പൊ അതിന്റെ കൂടെ വേറെ ആഡ് ചെയ്യും. അത് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോ ഷി ഹാസ് ലോസ്റ്റ് ഹെർ കീസ്. ഇവിടെ കണ്ടോ? ഷി ഹാസ് വന്നു, ഷി ഹാസ്. അപ്പോ പാസ്റ്റിലൊക്കെ പറയുമ്പോൾ ഹാസ് ഓർ ഹാവ് ഒക്കെ പറയേണ്ടി വരും. ഷി ഹാസ് ലോസ്റ്റ്. ഇവിടെ പാസ്റ്റ് എന്ന് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. കണ്ട, അവയാണ് ലോസ്റ്റ്. അപ്പൊ ലോസ്റ്റിന്റെ ബേസ് ഫോം ഏതാണ്? പറയുമെന്നാ? ലോസ് ആണ്. അതല്ലേ? അപ്പൊ നിങ്ങൾക്ക് ആ സെന്റൻസ് കണ്ടപ്പോൾ മനസ്സിലായത് എന്തുകൊണ്ടാണ്? ലോസ്റ്റ് വന്നത് കൊണ്ടാണ് നമുക്കത് പാസ്റ്റ് ആണെന്ന് മനസ്സിലായത് അല്ലെ? ലോസ്റ്റ് ലോസ്റ്റ് എന്നാ വരാം. മനസ്സിലായോ? അപ്പോ ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് വേറൊരു എക്സാമ്പിൾ കൂടെ പറയുമോ ആരെങ്കിലും? അതായത് She കഴിഞ്ഞു lost പോയ her mother. കാര്യം. എന്തോ? Her mother. സോറി, ക്ലിയർ ആവുന്നില്ല. I lost my phone.
I lost my phone. Okay. I lost my phone. Correct. I lost my memories. No, I lost my phone. I lost my memories. I lost my memories. It's correct ആണ്. കാരണം അതിനെ ഓർത്തിട്ട് നമുക്ക് ഇപ്പോഴും ഒരു ഫീലിങ്സ് ഇപ്പോഴും ഉണ്ട് അല്ലെ, ഒരു ആഫ്റ്റർ എഫക്ട് നമുക്ക് പ്രസന്റ് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. She Correct lost ആണ്. her mother. അപ്പൊ പ്രസന്റ് പെർഫെക്റ്റ് നമുക്ക് മനസ്സിലായി. എന്തോ ലോസ് She lost her mother. ഓക്കെ കറക്റ്റ് ആണ്. She lost her mother. Yeah. Has have വേണ്ടി has have വേണ്ടാവും. നമ്മൾ പറയുന്നത് പ്രസന്റ് ആണ്. ഓക്കെ, നമുക്കപ്പോ ഇവിടെ ഹാസ് ഹാവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രസന്റ് അല്ലേ. സിമ്പിൾ I lost my childhood. Correct. I lost My childhood. my I have. Okay. I have lost my childhood. അതായത് I have lost my phone. Specific one. Okay. റൂൾ നമ്പർ. അപ്പൊ എക്സാമ്പിൾസ് എന്തെങ്കിലും എഴുതി വെച്ചേക്കട്ടോ. കാരണം ഈ ഹാവ് ഹാസ് ഒക്കെ വരുന്നത് എന്താ, എനിക്ക് എന്റെ. ഓക്കെ, എനിക്ക് എന്റെ നമ്മുടെ മീനിങ്ങിലാണ് ഐ ഹാവ് ഷി ഹാസ് എന്നൊക്കെ വരാം. അവൾക്ക് അവളുടെ എണ്ണം വരും അല്ലെ, അവൾക്ക് അവളുടെ കീ നഷ്ടപ്പെട്ടു. ഐ ഹാസ് യൂസ് ചെയ്യണം. ഒരു പാസ്റ്റിന്റെ അവിടെ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ഹാസ് യൂസ് ചെയ്യണം. അപ്പൊ റൂൾ നമ്പർ 1 ക്ലിയർ ആയോ നിങ്ങൾക്ക്? അത് റൂൾ നമ്പർ 2 എഴുതാം. ഇപ്പൊ തന്നെ സമയം പോകും. റൂൾ നമ്പർ 2 എഴുതാം. ഒന്ന് ചോദിച്ചിട്ടെ, എന്തോ ഷീയും ഹീയും ഒക്കെ ഉപയോഗിക്കുമ്പോഴാണോ ഹാസ് ഉപയോഗിക്കുന്നത്? he she it I. she it I you we they വരുമ്പോ have. I you we they വരുമ്പോ have ആണ് യൂസ് ചെയ്യാം. he she it has ആണ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ആനിമലിനെ കുറിച്ച് പറയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിനെ കുറിച്ച് പറയാണ്, അപ്പൊ നമ്മൾ ഇറ്റ് ആണ് അവിടെ യൂസ് ചെയ്യാറ് അല്ലെ. അപ്പൊ ആ ഇറ്റ് യൂസ് ചെയ്യുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഹാസ് യൂസ് ചെയ്യാം. അതായത് സിംഗുലറിനാണ് നമ്മള് ഹാസ് കൂടുതൽ യൂസ് ചെയ്യാറ്. പ്ലൂറൽസിന് ഹാവ് ആണ് യൂസ് ചെയ്യാം. ഹി ഷീ ഇറ്റ്. ഹി എന്ന് പറയുന്നത് ഒരാളാണ്, ഷീ എന്ന് പറയുന്ന ഒരാളാണ്, ഇറ്റ് എന്ന് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഹാസ് യൂസ് ചെയ്യും. ഓക്കെ, ഐ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഹാവ് യൂസ് ചെയ്യണം. അത് പ്ലൂറൽ ആണോ എന്ന് വെച്ചാൽ അത് എന്തായാലും യൂസ് ചെയ്യണം. ഷീ ലോസ്റ്റ് ഹർ മദർ ആണ് present perfect ആവുക. She has lost her mother. Okay. Next rule number 2. Okay. Rule number 2 is this tense used to talk about events that started in the past but are incomplete. This tense used to talk about This tense used to talk about events that started in the past. Events or action or anything like that past start ചെയ്തു but are incomplete. Incomplete but are incomplete. This tense used to talk about events that started in the past. Event or action that started in the past but are incomplete.
ഓക്കെ, എക്സാമ്പിൾ എഴുതിക്കോളൂ. We have walked 3 kilometers so far. We have walked 3 kilometers so far. We have walked 3 kilometers so far. എന്താ, ഞങ്ങൾ ഇതുവരെ 3 കിലോമീറ്റർ നടന്നു. അല്ലേ, പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാണ്. ഇതുവരെയായിട്ടും അവസാനിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലേ. സ്റ്റാർട്ട് ചെയ്ത് പാസ്റ്റ് ആണ്, പക്ഷെ പ്രസന്റിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല, അത് സ്റ്റിൽ ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, ദെൻ വേറെ എക്സാമ്പിൾ എഴുതാം. വേറെ എക്സാമ്പിൾ I have had 3 cups of coffee. 3 cups of coffee. 3 cup of coffee today. ഒന്നുകൂടെ പറയോ? I have had 3 cups of coffee today. എന്താണ്, ഞാൻ ഇന്ന് 3 കപ്പ് കോഫി കുടിച്ചു. പക്ഷെ അത് ഇൻകംപ്ലീറ്റ് അല്ല, ഇനിയും ചിലപ്പോ കുടിക്കാം അല്ലെ. ഒരു കണ്ടിന്യൂയിങ് പ്രോസസ് ആണ്, വേണമെങ്കിൽ കുടിക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എന്താ പ്രസന്റ് പെർഫെക്റ്റ് യൂസ് ചെയ്യാറുണ്ട്. മാം ഹാവ് മീനിങ് ഒന്ന് പറയോ? എന്തോ ഹാവ് ഉപയോഗിച്ചില്ലേടാ, അതൊന്ന് പറയോ മീനിങ്? അതെ, ഇവിടെ ഹാഡ് യൂസ് ചെയ്ത് കുടിച്ചു എന്ന മീനിങ് ആണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാറില്ലേ, ഹാവ് യു യുവർ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിക്കാറുണ്ടെന്നോ? അപ്പൊ എന്താണ് അവിടെ ഹാഡ് എന്ന് പറയുന്നത് കഴിച്ചോ കുടിച്ചോ എന്നൊരു മീനിങ് ആണ്. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? I have drunk എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. I have drunk 3 cups of coffee today. അപ്പൊ അവിടെ ഹാഡ് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായോ? മനസ്സിലായോ? ഹാഡ് കഴിച്ചു എന്നൊരു മീനിങ് ആണ്. ഓക്കെ, അപ്പൊ റൂൾ നമ്പർ 2 ക്ലിയർ ആണ്. ഇനി റൂൾ നമ്പർ 3 എഴുതൂ, വേഗം എഴുതൂ, സമയം പോകും, വേഗം എഴുതൂ. റൂൾ നമ്പർ 3. It is also used to describe our life experience up to the present. This tense is also used to describe. Our life experience up to the present. This tense is also used to describe our life experience up to the present. ഇതുവരെയുള്ള ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാൻ നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. This tense is also used to describe our life experience up to the present. Okay, example എഴുതൂ. I have traveled to 20 countries. I have traveled past on, traveled to 20 countries. I have traveled to 20 countries. Then she has been to Canada 3 times. She has been to Canada 3 times. അവള് 3 തവണ കാനഡയിൽ പോയിരുന്നു. ഒന്നുകൂടെ പറയോ മാം? She has been to Canada 3 times. She has been
ടു കാനഡ 3 times. അവൾ 3 തവണ കാനഡയിൽ പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഷി ഹാസ് ബീൻ ടു കാനഡ 3 times. അപ്പൊ ലൈഫ് എക്സ്പീരിയൻസ് പറയാൻ നമ്മള് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ? നെക്സ്റ്റ് ഏതാ? റൂൾ നമ്പർ 4. റൂൾ നമ്പർ 4 നെഗറ്റീവ് എഴുതാ. നെഗറ്റീവ് സെന്റൻസ്. റൂൾ നമ്പർ 4 നെഗറ്റീവ് സെന്റൻസ്. നെഗറ്റീവ് സെന്റൻസ് എങ്ങനെയാ വരാ? രണ്ട് എക്സാമ്പിൾ കേൾക്കൂ. ഷി ഹാസന്റ് ഫിനിഷ്ഡ് ഹർ റിപ്പോർട്ട് യെറ്റ്. ഷി ഹാസ് നോട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ഷി ഹാസ് നോട്ട്. ഓക്കെ, ഷി ഹാസ് നോട്ട് ഫിനിഷ്ഡ് ഹർ റിപ്പോർട്ട് യെറ്റ്. ഹാസ് നോട്ടിന്റെ ഷോർട്ട് ആണ് ഹാസന്റ്. ഓക്കെ, ഷി ഹാസന്റ് ഫിനിഷ്ഡ് ഹർ റിപ്പോർട്ട് യെറ്റ്. അവൾ ഇതുവരെയും അവരുടെ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല. ഓക്കെ, ഷി ഹാസന്റ് മാം ഫിനിഷ്ഡ്. ഒന്നും കൂടെ പറഞ്ഞ് ക്ലിയർ ആയില്ല. Yeah, she hasn't. Has plus not. Hasn't. Finished. Past on. Finished. Her report. Yet. Y-E-T. Yet. She hasn't finished her report yet. Yet means ഇനിയും. അല്ലെ, ഇനിയും അവളുടെ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല എന്നാ പറഞ്ഞേ. അടുത്തൊരു എക്സാമ്പിൾ ചെയ്താ they haven't have plus not haven't. They haven't called വിളിക്കുക called. അപ്പോ പാസ്റ്റ്. അപ്പോ called എഴുതാം. called since yesterday. They haven't called since yesterday. They haven't called since yesterday. ഇന്നലെ മുതൽ അവർ വിളിച്ചിട്ടില്ല. അപ്പൊ ഇതൊക്കെ എന്താണ്? അതിന്റെ നെഗറ്റീവ്സ് ആണ്. ക്ലിയർ ആയോ? അപ്പോ നമ്മള് പ്രസന്റ് പെർഫെക്റ്റ് നമ്മുടെ കഴിഞ്ഞു. അടുത്ത നാലാമത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. അത് നമുക്ക് അങ്ങനെ അധികം യൂസ് ചെയ്യാത്ത ഒന്നാണ്, റെയർ ആണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ടെൻസിന്റെ ആവശ്യം കുറവാണ്. ഓക്കെ, പക്ഷെ നോട്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് നോക്കി പഠിക്കാം. എന്നുവെച്ചാൽ നോക്കൂ, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കൂ. ഇവിടെ സ്ക്രീനിൽ നോക്കൂ എല്ലാവരും. ആക്ഷൻ സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ പ്രസന്റ്. ഫോക്കസ് മോർ ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ഷൻ. എന്ന് വെച്ചാല് ആക്ഷൻ സ്റ്റാർട്ട് എന്താ, ആക്ഷൻ കഴിഞ്ഞ പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് എന്താ പ്രസന്റിലും കണ്ടിന്യൂ ചെയ്യുന്നു. എക്സാമ്പിൾ നോക്കിയേ, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. എന്താ, ഞങ്ങൾ രാവിലെ മുതൽ നിന്നെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. പ്രസന്റിൽ തുടങ്ങിയ കാര്യമാണ് അത്, പാസ്റ്റിൽ തുടങ്ങിയ കാര്യമാണ് അത് പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ദെൻ the baby has been sleeping for hours. ഒരു മണിക്കൂറായിട്ട് അവര് ആ കൊച്ചു ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആയിരുന്നു അത് പാസ്റ്റിൽ ഉറങ്ങി, പക്ഷെ പ്രസന്റിലും അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ നമുക്ക് നമ്മുടെ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പ്രസന്റ് കംപ്ലീറ്റ് ആയി. ഇനി പാസ്റ്റും ഫ്യൂച്ചർ മാത്രമേ ഉള്ളൂ. അപ്പൊ പ്രസന്റ് ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ പ്രസന്റ് 4 ഫോമില്ലേ? പ്രസന്റ് സിമ്പിൾ, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഈ നാലാമത്തത് പൊതുവെ ആവശ്യമില്ല. കാരണം പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ഈ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഈ 3 ആവശ്യമില്ലാത്തതാണ്. കാരണം നമ്മൾ പൊതുവെ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നമ്മൾ മെയിൻലി കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യാറ് ഈ സിമ്പിൾ പ്രസന്റ് ആണ്. അല്ലെ, നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്തിട്ടാണ്. അല്ലെ, പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലാണ് നമ്മൾ പാസ്റ്റ് യൂസ് ചെയ്യാം. അതുമല്ല, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലാണ് നമ്മൾ ഫ്യൂച്ചർ യൂസ് ചെയ്യാം. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യാറുണ്ട്, കണ്ടിന്യൂസ് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണോ? ക്ലാസ് മനസ്സിലായോ? പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി. എല്ലാവരും നോക്കുക. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾക്ക് വേറെ ടോപ്പിക് എടുക്കാം, പാസ്റ്റ് എടുക്കാം. സോ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലാസ് മനസ്സിലായോ? ഓക്കെ മാം. ഒരു ഡൗട്ടേ, ഈ നെഗറ്റീവ് സെന്റൻസ് പറഞ്ഞില്ലേ അവസാനത്തെ റൂൾ 4, അത് നമ്മൾ എന്തുദ്ദേശിച്ചില്ല എന്ന് വെച്ചാൽ ഈ പറഞ്ഞ റൂൾ 1, 2, 3 റൂള് വരുന്നതിന്റെ
നെഗറ്റീവ് ആയിട്ടുള്ള തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ നമ്മൾ ഈ റൂൾ 4 എന്ന് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആ സെന്റൻസിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ നെഗറ്റീവ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? നമ്മൾ അവൾ ചെയ്തിരുന്നില്ല, അവൾ ചെയ്തിട്ടില്ല, അവൾ പോയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതാണ് നെഗറ്റീവ് എന്ന് യൂസ് ചെയ്തത്. അത്രയേ ഉള്ളൂ. ഓക്കെ, ഓക്കെ ഓക്കെ ക്ലിയർ ആയല്ലോ? അതിന്റെ പേയാണ്. ഓക്കെ, താങ്ക് യു. യെസ്, Thank you, ma'am. Thank you. താങ്ക് യു മാം.